നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. പാലക്കാട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ആ ഒരു വടക്കൻ മേഖലയിലെ രാഷ്ട്രീയം വളരെ കലങ്ങി മറിയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ആൾമോസ്റ്റ് അവസാനിച്ചല്ലോ. കാരണം അദ്ദേഹം യുദ്ധ സ്ഥാനം രാജിവെച്ചു. പാർലമെൻ്ററി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. അപ്പോൾ പിന്നെ അദ്ദേഹം ഇനിയും അദ്ദേഹത്തിൻ്റെ പിറകെ നടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഷാഫി പറമ്പലിനാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അടുത്ത്. ഷാഫി പറമ്പിൽ എന്ത് തെറ്റ് ചെയ്തു? ഷാഫി പറമ്പലിൻ്റെ പേരിൽ ഒരു ആരോപണമില്ലല്ലോ. പക്ഷേ എങ്കിലും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് രാജിവെക്കണമെന്ന് പറഞ്ഞ് DYFI സമരം. അതെന്ത് സമരമാണ്? ഒരാളിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള സമരം. എന്നിട്ട് അത് വലിയ ബഹളമുണ്ടായി. വടകരയിൽ സ്ത്രീകളടക്കമുള്ള ആളുകളെ ലാത്തിചാർജ് ചെയ്തു. അവസാനം KK രമ MLA, ആറമ്പിയുടെ KK രമ MLA വന്ന് സംസാരിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയി കുത്തിയിരിപ്പ് നടത്തി. പിന്നെ തിരുവനന്തപുരത്ത് AR ക്യാമ്പിലേക്ക് ഒരുപാട് സ്ത്രീകളെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നമ്മുടെ MLA മാർ വിഷ്ണുനാഥ് അടക്കമുള്ള മാത്യു കുഴൽനാടൻ MLA ഒക്കെ ചെന്നിട്ട് അവിടെ കയറ്റിയില്ല. വലിയ തർക്കം നടന്നു AR ക്യാമ്പിലുമൊക്കെ. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. എന്തായാലും തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. മാത്രമല്ല CPM ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ അവിടെയും ഉണ്ട് കുറേ ആളുകൾ, അളയിലുള്ളതിനേക്കാൾ അകത്തുണ്ട് എന്നുള്ള വിവരം CPM മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും കേരളത്തിലെ ഒരു അശ്ലീല രാഷ്ട്രീയം അത് ക്രമസമാധാന നിലയിലേക്കും സമരത്തിലേക്കും ലാത്തിചാർജിലേക്കും ഒക്കെ മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഇനി ഗൗരവമായി തിരിച്ചു വരിക എന്ന് നമുക്കറിയില്ല. സാധാരണ ഗൗരവതരമായ ഒരു ഡീസൻ്റായിട്ടുള്ള പൊളിറ്റിക്സിൽ നിന്ന് മാറി പരസ്പര ആരോപണവും, ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ 2014 ഒരു ആരോപണമായിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. 10-11 വർഷത്തിന് ശേഷമുള്ള ഒരു ആരോപണമായിട്ട് വന്നിട്ട് ആ സ്ത്രീ ഇപ്പോൾ ഒരു മെയിൽ രാജീവ് ചന്ദ്രസേന അയച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ കാര്യങ്ങൾ രാജീവ് ചന്ദ്രസേന കിട്ടിയെന്ന് അവിടുത്തെ ഓഫീസ് അത് ഉറപ്പുവരുത്തി. അപ്പോൾ അതിൻ്റെ അന്വേഷണം വരും. ഇങ്ങനെ ഓരോ തരത്തിൽ വലിയ തരത്തിലാണ് ഈ രാഷ്ട്രീയത്തിനകത്തുള്ള ഗ്രൂപ്പുകളും സ്വജനപക്ഷപാതവും പരസ്പരം നിൽക്കുന്നവരും കൂടെ നിൽക്കുന്നവരും കൂട്ടിക്കൊടുക്കുന്നവരും എല്ലാവരുമായിട്ടുള്ള വലിയൊരു കോംപ്ലിക്കേഷനായിട്ടാണ് കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് പരിഹരിച്ച് വരിക എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു അശ്ലീല രാഷ്ട്രീയത്തിലേക്ക് കേരളം വന്നു കഴിഞ്ഞു. പക്ഷേ ഷാഫി പറമ്പിൽ ഇതിനകത്ത് തെറ്റൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ തെറ്റിയാത്ത ആളിനെയും ക്രൂശിക്കുകയാണ്, സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സമരത്തിന് വേണ്ടി ഒരു സമരം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വടകര സമരത്തെ നമുക്ക് കാണാൻ കഴിയൂ. എന്തായാലും ഇത് വളരെ കൃത്യമായി രാഷ്ട്രീയ നേതാക്കൾ പഠിക്കേണ്ട പാഠമാണ്. നമ്മളുടെ രാഷ്ട്രീയ ജീവിതത്തോടൊപ്പം തന്നെ സ്വകാര്യ ജീവിതത്തിൽ പാലിക്കേണ്ട ചില എത്തിക്സും കോഡും ഒക്കെ ഉണ്ട്. അതിൽ പോറലേൽക്കുമ്പോൾ പ്രശ്നം വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അടഞ്ഞിറഞ്ഞിതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഷാഫി പറമ്പിലിനെയും കൂടി ഇതിനകത്ത് പിടിച്ചിടാൻ പറ്റുമോ? ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, സതീശൻ, അച്യുതണ്ടൊക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിന് നേരിട്ട് ബന്ധമുള്ളതായി തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ആരും പരാതി കൊടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഷാഫി പറമ്പിലിൻ്റെ പിറകെ പോയി സമരം ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നടക്കട്ടെ, ജനാധിപത്യമല്ലയോ? രാഷ്ട്രീയം പല രൂപത്തിൽ പല ഭാവത്തിൽ പലരുടെ പേരിലും വരും. അതിനെ നമ്മൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. എന്തായാലും ഷാഫി പറമ്പിൽ നെതിരെയുള്ള ആരോപണം പറയുമ്പോൾ, ആരോപണമൊന്നുമില്ല, അദ്ദേഹത്തിനെ സഹായിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ യേശുദേവൻ പണ്ട് പറഞ്ഞതുപോലെ തെറ്റ് ചെയ്താത്ത പാപികൾ കല്ലെറിയട്ടെ, ഈ ശർക്കരക്കുടത്തിൽ കൈയിട്ടിട്ട് നക്കാത്തവരുണ്ടെങ്കിൽ അവർ ആദ്യം വരട്ടെ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയം അശ്ലീലത്തിൻ്റെ ഒരു പര്യായമായി മാറിയിട്ടുണ്ട്. പത്തനാപുരത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ നമ്മുടെ മുകേഷ് MLA പോയി മുഖ്യമന്ത്രിയെ തൊഴുന്ന ചിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഒരു വശത്ത് ഒരു ചില ആളുകൾ രാജിവെക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ആരും തൊടുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നു. കേരള സമൂഹം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് മറ്റൊരു കളമാണ്. അവിടെ ജാതി, മതം, വർഗം, ഗോത്രം, പണം, അധികാരം, സമ്പത്തൊക്കെ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. അവിടെയൊക്കെ ഇത്രയും സുതാര്യമായ സ്ത്രീ വിഷയങ്ങളൊക്കെ സുതാര്യമാക്കി എടുക്കണമെന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയം അശ്ലീല രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഒരു ഡീസൻ്റ് രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഷാഫി പറമ്പിലിനെതിരെ സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് DYFI CPM ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കാരണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമരം ചെയ്യാം. കാരണമില്ലാതെ ഒരാളെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ്, ഇത് കൊലക്കേസൊന്നും അല്ലല്ലോ, സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് മെസ്സേജ് അയച്ച കേസാണല്ലോ, അതിൽ ഷാഫി സഹായിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു കേൾക്കുന്നതിലൊരു അശാസ്ത്രീയതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്തായാലും പുറത്തു വരട്ടെ.